ഞാൻ വീട്ടിലിരുന്ന് സിനിമാ താരങ്ങൾ സംഭാഷണം പറയുമായിരുന്നു. കേട്ട അച്ഛൻ വീട്ടായിരുന്നു പറഞ്ഞ ആദ്യമായിട്ട് ഉണ്ടായിരുന്നു. പിന്നെ കിടക്കാൻ മുതിർന്ന പറയുമ്പോൾ കിടക്കാൻ പാടുന്നൊന്നുമില്ല. ശാസ്ത്രം അടുത്ത ദിവസങ്ങളും എല്ലാത്ത ദിവസങ്ങളും വിളമ്പാറ 2 ദിവസങ്ങളും ചെറിയ വീട്ടുകാരുണ്ട് നടപ്പാൻ. നിത്യകാല നായകൻ ശ്രീ പ്രേമേന്ദ്രൻ ഈ നാം തമ്മിലുള്ള പ്രേമ ഡിപ്പാർട്ട്മെന്റ് അതെ വിജയൻ അല്ല രമയെ കണ്ടിട്ട് കുറച്ച് മുമ്പുമായി രമ ഇവർക്ക് സ്ഥിരം യാത്രക്കാരി എന്താണ് കണക്ക് മേലല്ല മറ്റേതെങ്കിലും ബസ്സിലാണ് ഏതെങ്കിലും തീരുമാനമെങ്കിൽ പേടിക്കേണ്ട ആ ബസ്സിൽ ഞങ്ങൾക്കായിരിക്കും ആ ഫിലിം ഡിവിഷൻ അടിപൊളിയായിട്ട് അത് വ്യക്തമൊക്കെ ഇരുന്ന് ചിരിക്കുന്നുണ്ടോ? വേറെ പുതിയൊരു ഇന്ന് വന്നൊരു പേഷ്യന്റ് അനീഷിന് ഫാദറും മദറും ഇല്ല, നെടുമങ്ങാടുള്ള ഇതായിരിക്കുന്നു. അനീഷ് കൈപ്പൊക്കെ നേരെ അനീഷ് കഴിക്കുന്ന ഗുളിയുടെ പേരൂടെ പറ. സാറിന് മരുന്നിനെ കുറിച്ചൊക്കെ അറിയാം. ഓക്കെ. ഫിലിം ഡിവിഷന്റെ മൈക്ക് അങ്ങോട്ട് മാറരുത്, ഇവിടെ തന്നെ വിളിക്കാം. 1987 ജൂൺ മാസം കേരള കാലഘട്ടമാണ്. കേരള മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിനാലും കേന്ദ്രമന്ത്രി ഭൂട്ടാസിംഗ് ജോലിക്കൊരുള്ള പോകുന്നുണ്ട്. ഇതെന്തപ്പോൾ മന്ത്രിക്ക് സങ്കടമുണ്ട്. മന്ത്രിമാരെ കൂടാതെ MLA-മാരുടെ പഞ്ഞത്ത് MLA-മാരെ കണ്ടപ്പോൾ ആട്ടുംകുട്ടിയല്ല MP-മാരെ കണ്ടപ്പോൾ കന്നുകുട്ടിയല്ല സാക്ഷ്യം പറയാൻ പോകും. പെട്ടെന്ന് 1.5 മിനിറ്റ് ഹലോ. എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ 18ാം ദിവസം ഡ്രൈവറായിരുന്നു. സൗദി അറേബ്യയിലൊക്കെ പോയി. സമയം കുറവാണെങ്കിലും പറയാം. ഒരു മെന്റൽ പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ മാനസിക പ്രശ്നമാണ്. അത് ഇതുപോലെ ഇരിക്കുമ്പോൾ 4 രൂപ കൊടുപ്പോൾ ആ പ്രശ്നം അങ്ങ് മാറിപ്പോകും. അത് വലിയൊരു പ്രശ്നമല്ല. അതേസമയം കിഡ്നിക്ക് അസുഖം, കാറ്റിന് അസുഖമാണെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്ത് ചിലവാക്കേണ്ടി വരും. കിഡ്നിക്ക് ഒരു അസുഖമാണ് പെട്ടെന്ന്. ഈ മാനസിക പ്രശ്നം ഒരു പ്രശ്നമല്ല. ഞാൻ ഇന്ന് വന്നിട്ട് 14ാമത്തെ ദിവസമാണ് ഇവിടെ വന്നത്. ഞാൻ ഇന്ന് അവിടെ എന്റെ നാട്ടിലായിരുന്നെങ്കിൽ നല്ല ലെവലിലാണ് ഞാൻ നിൽക്കുന്നത്. കല്യാണി ബിയർ ക്വാർട്ടർ വേണമെങ്കിൽ സാറ് ഇവിടെ വന്നപ്പോൾ സാർ ആദ്യം എന്റെ അച്ഛനോട് ചോദിച്ചത് എന്തൊക്കെയാണ് പയ്യന് പണി. എന്റെ ബയോഡേറ്റ് കാണിച്ച് ലൈസൻസ് എന്റെ എല്ലാ സർട്ടിഫിക്കറ്റും കാണിച്ചു. അപ്പോൾ സാർ എനിക്ക് പറഞ്ഞത് ശരി, ഇയാൾക്ക് ക്വാർട്ടറിലെ വേണം, കല്യാണിയിലെ വേണം, എല്ലാം മേടിച്ചു തരാം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കറിയിൽ കിട്ടുന്ന കാര്യമില്ല. എങ്കിലും ഞാൻ ഗുളിക കഴിച്ചുകൊണ്ട് കിടന്നുറങ്ങി. വൈകുന്നേരം എന്നെ സെല്ലി കൊണ്ടിടത്തി. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ സിനി എന്ന് പറയുന്ന മോൻ്റെ അടുത്ത് പറഞ്ഞ് സാധാരണ ഇങ്ങനെ അകത്ത് കിടത്തണ്ട, സെല്ലി കിടത്തണ്ട, പുറത്ത് കിടക്കണം. ഞാൻ അങ്ങനെയൊക്കെ നേടിയാണ്. അതുകൊണ്ട് ഈ മാനസിക പ്രശ്നം ഒരു പ്രശ്നമല്ല എന്റെ അനുഭവത്തിൽ. ഇവിടെ ഇപ്പൊ ഇത്രയും പേര് ഇരിക്കുന്നതിൽ ഏകദേശം 60 ഉണ്ടാവും നല്ല സുഖബോധമുള്ളവരാണ്. 10-15 പേരുള്ള, അതും ഒരാഴ്ചക്കകത്ത് ഇത് നന്നാവും. ഇപ്പൊ ഇവിടെ വച്ചെടുത്ത ഈ സഭയോട് എനിക്ക് പറയാനുള്ളത്, എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ വന്ന് ഞങ്ങളൊന്ന് നോക്കുക. ആഴ്ചയിൽ ഒരിക്കൽ ദിവസം വരാൻ നിങ്ങൾക്ക് ഒക്കില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ ബിസിയായിട്ട് മാസത്തിൽ ഒരിക്കാം. അത് കുറച്ച് അത്യാവശ്യപ്പെട്ട ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വന്ന് ഞങ്ങളെ ഒന്ന് തിരിഞ്ഞു നോക്കണം. ഞങ്ങൾക്ക് ആഹാരം വേണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഒരു പ്രാർത്ഥന, ഒരു പാട്ടും മതി. വളരെ മനോഹരമായ ഒരു കമന്റാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങൾക്ക് ആഹാരമൊന്നും വേണ്ട, അത് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ തരുന്നതൊന്നും നമ്മൾ കളയത്തുമില്ല, അതെല്ലാം വാങ്ങിക്കും. വളരെ സന്തോഷമുണ്ട് സാറ്, വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിന് അറിയത്തില്ല, അദ്ദേഹം 14 ദിവസമേ വന്നിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ പാസ്റ്റർ കൂടെ വരുന്ന ഞാൻ ആരെങ്കിലുമായിട്ട് വരുന്ന നിങ്ങൾക്ക് പറഞ്ഞു ഓക്കെ. അടുത്ത പ്രാവശ്യം മറ്റേ ഗിറ്റാർ നല്ല ഗിറ്റാറിസ്റ്റാണ്. അപ്പം സാധാരണ പറഞ്ഞോട്ട് ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. ഇപ്പൊ കിഡ്നി പോയവര് അല്ലെ ഹാർട്ട് പേഷ്യന്റ് വർഷങ്ങളായിട്ട് ലക്ഷങ്ങൾ മുടക്കണം. ഇത് അദ്ദേഹത്തിന് മരുന്നിന്റെ പേര് വരെ അറിയാം. ക്ലോസപ്പിനും ഏതാ കഴിക്കുന്ന ക്ലോസപ്പിനും ലിതിയോ കണ്ടോ. ഇപ്പൊ പല പേഷ്യന്റും ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങൾ പേര് പഠിപ്പിക്കാം. മിക്കവാറും പേരൊക്കെ പേരുകൾ പഠിക്കാം. അത് അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് നോ ദാറ്റ് ദീസ് ആർ ദ മെഡിസിൻ ദേ ആർ ടേക്കിംഗ്. നമുക്ക് മെൻലോസിന് ഏകദേശം ഒരു
20,000-ന് 25,000-ന് ഇടയ്ക്കുള്ള മരുന്ന് എല്ലാ മാസവും കിട്ടുന്നത്. കൂടാതെ ഒരു നിയർലി 10,000 റുപ്പീസിന് മെഡിസിൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയത്. അതൊക്കെ കഴിച്ച് ഒരു കൺട്രോൾഡ് ആയിട്ടിരിക്കാം. മരുന്ന് കഴിച്ചില്ല ഇവരെ പലരും മാനസിക വിഭ്രാന്തികളും കാണിക്കും. മക്ക മന്ദബുദ്ധിയാണ്. മക്ക ദൈവത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ സ്തോത്രം മക്ക കണ്ടോ, പുള്ളിക്കാരെ അവസരം കിട്ടിയ മൈക്കിൽ കൂടെ കിട്ടില്ല മക്ക. അപ്പം നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് സാറിനെ നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം എടുത്തു. പിന്നെ റോഷനാണ് നമ്മുടെ പ്രത്യേക അഭിനന്ദനം. റോഷൻ എങ്ങനെയുണ്ട്? നമുക്കൊക്കെ സന്തോഷം തോന്നുന്നില്ലേ? ഓക്കെ, എങ്ങനെ റോഷന്റെ പ്രോഗ്രാം എങ്ങനെയുണ്ട്? കൊള്ളാം. കൊള്ളാന്ന് മാത്രം പറഞ്ഞാൽ മതിയോ? എനിക്കൊക്കെ മിസ് കോൾ പോലും ജോലി എടുക്കാൻ അറിയത്തില്ല. ഒരു മിസ് കോൾ വന്നാൽ തന്നെ വലിയ പാടാ. നമ്പർ പിഴിയാൻ ഈ കീബോർഡ് വായിക്കുന്നുണ്ടോ? ചുമ്മാ വായിക്കാൻ പറ്റുമോ? അപ്പൊ അത് ആരെങ്കിലും ഒരാളൊരു താങ്ക്സ് പറഞ്ഞു. അതാണ് ഏറ്റവും ആരെ എന്ന് പറയാം. നല്ല രീതിയിൽ പറയണം. ഞാൻ അസേനൻ റോഷൻ റോഷനുമാണ് ഇവിടെ കൂടിയിരിക്കുന്ന നമ്മളുടെ ഈ സ്ഥാപനത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന സകലരുടെ നാമത്തിൽ വാർക്കും പ്ലേ ചെയ്യാൻ അനുവദിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥന ചെയ്തിട്ടുണ്ട്. അവരെ പറയുന്ന വാക്കുകൾ കഴിക്കുന്ന ഗുളികകളൊക്കെ ഉണ്ട്, അതിനായിട്ടുള്ള സീരിയസുണ്ട്. എല്ലാവരും നിങ്ങളെല്ലാം ഇതൊക്കെ പരിപാടിയൊക്കെ അവതരിപ്പിക്കണം, പാട്ട് പാടണം. ഓക്കെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നത്. ദൈവത്തിന് വലിയൊരു അനുഗ്രഹമാണ് ഈ അവസരം. ഈ വൈകുന്നേരങ്ങളിൽ നിങ്ങൾ വന്നില്ല ഇരുന്നുവെങ്കിൽ മിക്കവാറും എല്ലാം ചായയൊക്കെ കുടിച്ചിങ്ങനെ ഉറക്കം തൂങ്ങിയൊക്കെ ഇരിക്കും. അതുകൊണ്ട് ഈ ഇതുപോലത്തെ അവസരങ്ങൾ ഒരുക്കുന്ന എന്താ പറയാ, ഒന്നും പറയാനൊന്നുമില്ല. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. പാട്ട് പാടണം. അടുത്ത ട്രിപ്പിൽ പാടാം. നിങ്ങളോടൊപ്പമായിരുന്നു എന്റെ ദൈവം നമ്മളെ ഇവിടെ നിന്ന് മിനിസ്ട്രിയായിട്ട് അനുഗ്രഹിച്ചു. സാറിനെയും നിങ്ങളെല്ലാവരുമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മൾ അവിടെ നിന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വലിയ കൃപയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നമുക്ക് കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ പാടി നമുക്ക് മഹത്വപ്പെടുത്താം. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നൽകപ്പെട്ടിരിക്കുന്ന നല്ല ഡ്രസ്സുകൾ കുറച്ചുകൂടെ കൊണ്ടുവന്ന് മറ്റനേകർ കൊണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാൽ